الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبورا. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവുക, നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാകുന്നു എന്നതാണ്. ഒരു ആത്മമിത്രം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാനും ധൈര്യമാണ്. ദീർഘയാത്രയിൽ അല്ലെങ്കിൽ അപരിചിതമായ സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളോ സുഹൃത്തുക്കളോ ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാകും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു പ്രശ്നം വന്നാൽ ഇവരുടെ സഹായം ലഭിക്കും, അത് പരിഹരിക്കാൻ അവർ എന്റെ കൂടെ ഉണ്ടാകും എന്നാണ്. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവുക നമ്മുടെ രക്ഷിതാവായ അല്ലാഹുവാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞു, വഹുവ മഅക്കും ഐനമാ കുൻതും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാണ് അല്ലാഹു. റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. മാത്രമല്ല, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിന് നമുക്ക് അവലംബിക്കുവാൻ ഏറ്റവും അർഹതയുള്ളതും അള്ളാഹു മാത്രമാണ്. കാരണം അള്ളാഹുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാ, ഞാൻ നിനക്ക് ചില പദങ്ങൾ പഠിപ്പിച്ചു തരാം, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, അത് നിന്റെ ജീവിതത്തിൽ വലിയ വെളിച്ചം നൽകും എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഒന്നാമത് പ്രവാചകൻ പറഞ്ഞു, ഇഹ്ഫദില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, എങ്കിൽ ഇഹ്ഫദുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാ, നീ റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. തജ്ദുഹു തുജാഹക, നീ ആഗ്രഹിക്കുന്നിടത്ത്, നിനക്ക് ആവശ്യമുള്ളിടത്ത് അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ കഴിയും. വഇദാ സഅലക, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാ, നീ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹു തരും.
നിനക്കൊരു സഹായമാണ് ആവശ്യമെങ്കിൽ നീ അള്ളാഹുവിനോട് നീ ചോദിക്കുക എന്ന് ഈ പ്രവാചകൻ അള്ളാഹുവിനെ ഈ ഇബ്നു അബ്ബാസ് എന്ന ബാലന് പഠിപ്പിച്ചു കൊടുക്കാൻ. നീ മനസ്സിലാക്കേണ്ടുന്ന രക്ഷിതാവ് ഇങ്ങനെയാണ്, നിന്റെ കൂടെയുള്ള റബ്ബാണ്. ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് സഹോദരങ്ങളെ. വഅലം, പ്രവാചകൻ പറയാൻ, നീ അറിയണം കേട്ടോ, അന്നൽ ഉമ്മ, നീ ജീവിക്കുന്ന ആ സൊസൈറ്റി, ആ സമൂഹം മുഴുവൻ, അവരെല്ലാവരും കൂടി നിനക്കൊരു നന്മ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചു. ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വിധിച്ചതല്ലാതെ ഒന്നും അവർക്ക് നിനക്ക് നൽകാൻ സാധിക്കുകയില്ല. ലം യൻഫഉക, ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കില്ല അല്ലാഹ് നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാതെ. വലബിജ്തമഉ അലാ അൻ യദുറുക, അല്ല, എല്ലാവരും നിന്നെ നശിപ്പിക്കാനാണ് ഒരുമിച്ച് കൂടി. ഖദ് കതബഹു അല്ലാഹു അലൈക, അത് അള്ളാഹുവിന്റെ വിധിയിൽ നിനക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അതും സംഭവിക്കുകയില്ല. എത്ര സുന്ദരമാണ് അള്ളാഹുവിന്റെ സംരക്ഷണം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്, അള്ളാഹുവിന്റെ വിധിയുടെ പേന ഉയർന്നിട്ടുണ്ട്, അത് എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും അതിന്റെ മഷി ഉണങ്ങിപ്പോയിട്ടുണ്ട്, ഇനി അതിലുള്ളതേ സംഭവിക്കൂ. വിശ്വാസികളെ, നമ്മുടെ കൂടെ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്താണി. അങ്ങനെ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും റഹ്മാനായ റബ്ബിൽ അവലംബിക്കുകയും ചെയ്യുന്ന ഉത്തമരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാവുക? അതും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വ അന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, ദൃഢമായി അള്ളാഹുവിലും പരലോകത്തിലും തൗഹീദിലും വിശ്വാസമുള്ള ആളുകളെയാണ് അള്ളാഹു കൂടെയുണ്ടാവുക. വത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയോട് കൂടി ജീവിക്കുക. വഅലമൂ, തീർച്ചയായും നിങ്ങൾ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ള ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവുക. നിങ്ങൾ സുകൃതം ചെയ്യുക, കാരണം ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകളുടെ കൂടെ, അതുപോലെ തന്നെ വല്ലദീന ഹും മുഹ്സിനൂൻ, സുകൃതം ചെയ്യുന്ന സൽക്കർമ്മങ്ങളും നല്ല ദാനധർമ്മങ്ങളും ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, മുഅ്മിൻ, മുത്തഖി, മുഹ്സിൻ, 3 ഗുണവിശേഷങ്ങളാണ് ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഈ 3 ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിന്റെ പ്രകാശമാക്കി മാറ്റുവാനും ആ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുവാനും അല്ലാഹു നൽകിയിട്ടുള്ള ഒരു സുകൃതമുള്ള മാസത്തിന്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്, ഷഹ്റു റമളാൻ. വിശ്വാസികളെ, നമുക്ക് മുത്തഖിയാകാൻ പറ്റണം, നമുക്ക് മുഅ്മിനാകാൻ പറ്റണം, നമുക്ക് മുഹ്സിനാകാൻ പറ്റണം. ഈ റമളാൻ അത് നമുക്ക് പ്രേരണ നൽകുന്നതായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശ്വാസികളെ, ഈ മാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താ? അത് ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ഈ മാസത്തെ പരിഗണിച്ചവരും മുഅ്മിനാകണമെന്ന് ആഗ്രഹിക്കുന്നവരും മുത്തഖിയായി ജീവിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരും മുഹ്സിനാകണം എന്ന് മനസ്സിന്റെ അകത്തളത്തിൽ ആഗ്രഹമുള്ളവരുമായി മാറുക. ഈ മാസം അള്ളാഹു എന്തേ ഇത്ര പവിത്രമാക്കിയത്? ഇതിന് സവിശേഷതയുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആനിനെ അവതീർണമാക്കിയ മാസം, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കിയ മാസമാണ് റമളാൻ. അല്ലാഹ് അങ്ങനെ തന്നെ പറഞ്ഞു, റമളാനാണ് ഖുർആൻ ഇറക്കിയത്. എന്തിനാണ്? ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യർക്ക് നേർമാർഗവുമായി നേരായ വഴി, വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ആ നേർമാർഗം വ്യക്തമാകണം, വൽ ഫുർഖാൻ, സത്യവും അസത്യവും അവന് വ്യവച്ഛേദിച്ച് മനസ്സിലാകണം. ഏതാണ് ഹഖ്, ഏതാണ് ബാത്തുൽ, ഏതാണ് ശരിയായ സിറാത്ത്, ഏതാണ് തെറ്റായ സിറാത്ത്, ഏതാണ് അള്ളാഹുവിന്റെ മാർഗം, ഏതാണ് ശപിക്കപ്പെട്ട പിശാചിന്റെ മാർഗം, അത് വ്യക്തമാകണം. അത് വ്യക്തമാകാൻ അള്ളാഹു ഇറക്കിയതാണ് ഖുർആൻ. അൽ വൽ ഫുർഖാൻ, അതാണ് സത്യവും അസത്യവും വേർതിരിക്കുന്ന മാർഗം, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്. അല്ലാഹ് പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകും അശ്ശഹർ ഫൽയസും, ഈ മാസത്തിൽ ഹാളിറായവൻ, ജീവനോടെ ഇരിക്കുന്നവൻ, അവൻ നോമ്പനുഷ്ഠിക്കണം എന്ന്. അതുകൊണ്ട് അള്ളാഹു കൂടെയുണ്ടാവാൻ, വിശ്വാസികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവാൻ, ഖുർആനിനെ ആദരിക്കുകയും ഗൗരവമായി കാണുകയും ചെയ്യണം എന്നതാണ്.
ഖുർആനിനെ ഗൗരവമായി കാണാം. ഗൗരവത്തിൽ കാണാതിരിക്കാൻ കാരണം നോക്കൂ, പട്ടിണി കിടക്കാൻ നമുക്കൊരു മടിയില്ല. രാവിലെ ഭക്ഷണം കഴിച്ച വൈകുന്നേരം വരെ നമ്മൾ ഈസിയാണ് അല്ലേ? പക്ഷേ അള്ളാന്റെ ഖുർആനിനെ ഗൗരവത്തിൽ കാണാൻ എന്തേ നമുക്ക് ചില തടസ്സങ്ങളുണ്ട്. എന്റെ ചെറുപ്പക്കാരെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് എന്തോ ഒരു വിമിഷ്ടമുണ്ട്, ഒരു മടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാം. പഠനത്തിന്റെയും പാരായണത്തിന്റെയും പ്രതിഫലവും മഹത്വവും മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടിട്ടില്ല. നോക്കൂ, നിങ്ങൾ ഈ ദുനിയാവിൽ എന്തിനാ ജീവിക്കണമെന്ന് വെച്ചാൽ ലാഭം എന്ന ഒറ്റ 2 മലയാള അക്ഷരത്തുമേ നമ്മൾ ജീവിക്കണേ. കച്ചവടാകട്ടെ, ജോലി എന്തുമാട്ടെ, ലാഭം, എനിക്ക് മെച്ചം കിട്ടണം. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് പറയാം, നിങ്ങൾ ഖുർആൻ ഓതൂ, അത് ലാഭമുള്ള കച്ചവടമാണ്. നിങ്ങൾ നമസ്കരിക്കൂ, അത് ലാഭമുള്ള കച്ചവടമാണ്. നിങ്ങൾ ദാനം ചെയ്യൂ, അത് ലാഭമുള്ള കച്ചവടമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയും വഅഖാമുസ്സലാ, നമസ്കാരം ചിട്ടയായി നിലനിർത്തുകയും വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ യർജൂന തിജാറതൻ ലൻ തബൂറ, അവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാകുന്നു. ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത, ഒരിക്കലും മെച്ചത്തിനുമേൽ മെച്ചമല്ലാതെ, 1ന് 10 അല്ല 70,000 റഹ്മാനായ റബ്ബ് പറഞ്ഞു, ചിലരുടെ മനസ്സിലേക്ക് നോക്കി കണക്കല്ലാത്തത് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് ഈ ഇബാദത്തിനെയാണ്. ഖുർആൻ പാരായണം ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തെ ഗൗരവത്തിൽ കാണുക. തന്റെ സമ്പത്തിന്റെ സക്കാത്ത് അതിൽ നിന്ന് തന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന, തനിക്ക് തന്നിട്ട് അവന് കൊടുക്കാത്ത ആ അനുഗ്രഹത്തിൽ തന്നിൽ നിന്ന് അവന് കൊടുക്കാനുള്ള മനസ്സ്, ഇത് നൽകിക്കൊണ്ട് രഹസ്യവും പരസ്യവുമായി റഹ്മാനായ റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെലവഴിക്കുക. ഇത് നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഈ കച്ചവടത്തിന് തയ്യാറുണ്ടോ ഈ റമളാനിൽ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഉണ്ട് എന്നാണ് നമ്മുടെ മറുപടി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മറ്റൊന്ന് സഹോദരങ്ങളെ, ഈ ഖുർആൻ ഓതുമ്പോൾ ഒരു പ്രത്യേകത, നമസ്കാരത്തിൽ 3 ചെറിയ സൂറത്ത് അല്ലെ 3 ആയത്തുകൾ ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞു. നിങ്ങൾ ഒരുവൻ തന്റെ വീട്ടുകാരിലേക്ക് മടങ്ങി ചെല്ലാം. വീട്ടിൽ ഇങ്ങനെ വൈകുന്നേരം ചെല്ലുമ്പോ തടിച്ചു കൊഴുത്ത ഗർഭിണികളായ 3 ഒട്ടകങ്ങൾ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കും. അന്നത്തെ ഏറ്റവും വലിയ സമ്പത്താട്ടോ, നല്ല ചുവന്ന തടിച്ച ഗർഭിണിയായ പ്രസവിക്കാനായ വലിയ ഒട്ടകം. നബി പറയാം, 3 എണ്ണം നിങ്ങളിങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫസലാസു ആയാത്തിൻ യഖറഉ മിൻ അഹദികും ഫീ സ്വലാത്തിൻ, നിങ്ങൾ നമസ്കാരത്തിൽ 3 ആയത്ത് ഓതലാണ്. ഖൈറുൻ ലഹു മിൻ സലാസി ഹൽഫാത്തിൻ ഇദാം, തടിച്ച ആ 3 ഒട്ടകങ്ങളെ. നോക്കൂ നിങ്ങൾ, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ഫാത്തിഹ സൂറത്തും തീർക്കും നമ്മൾ. എന്തേ? അള്ളാഹുവിന്റെ റസൂല് ഒരു ഇമാമ്, ഖത്തീബ് അല്ലെങ്കിൽ പള്ളിയിലെ മൗലവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇമാമ് നിൽക്കുമ്പോൾ ചില നിബന്ധനകൾ അല്ല വെച്ചിട്ടുണ്ട്. എന്താണ്? ബാക്കിൽ രോഗിയുണ്ട്, വയസ്സായ ആളുകളുണ്ട്, യാത്രക്കാരുണ്ട്, അവർക്ക് ചുരുക്കി നമസ്കരിച്ച് അവരെ കൂടി ഇതിന്റെ ഭാഗമാക്കണം. എന്നാൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സമയം അയാളെടുത്താണ്. നോക്കൂ നിങ്ങൾ, ആ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഒന്ന് ദീർഘിപ്പിച്ച് അതിലൊക്കെ കുറച്ച് ആയത്തുകളൊക്കെ ഒന്ന് ഓതി, റുക്കൂ ഒന്ന് വർദ്ധിപ്പിച്ച്, സുജൂദൊന്ന് ദീർഘിപ്പിച്ച്, ആ ചൊല്ലുന്ന പ്രാർത്ഥന ഒന്ന് അധികരിപ്പിച്ച് ചൊല്ലി ഒന്ന് സുന്ദരമായി നമസ്കരിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, ദുനിയാവ് മുഴുവൻ സമ്പാദിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സമ്പാദ്യം അതായിരിക്കും ഖുർആൻ ഓതുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണം, ബറാ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്തറിയോ, അദ്ദേഹം ഒരു സഹാബി സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതാ വൈകുന്നേരം രാത്രി. അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് കയറിൽ പിരിച്ചു കെട്ടിയ ഒരു കുതിര ഉണ്ടായിരുന്നു. കാരണം കുതിര ചാടി പോകാതിരിക്കും നല്ല പിരിച്ചു കെട്ടിയ ഒരു കുതിര അദ്ദേഹം അടുത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതാൻ തുടങ്ങി. സൂറത്തുൽ കഹ്ഫ്. ഒരു മേഘം അദ്ദേഹത്തെ ആവരണം ചെയ്ത് വരാനുണ്ടായിരുന്നു. ഒരു മേഘം ഇങ്ങനെ വന്നു. അപ്പോ കൂടെ ഉണ്ടായിരുന്ന കുതിര ഇങ്ങനെ വിരളി എടുത്ത് ഇങ്ങോട്ട് ചാടാൻ തുടങ്ങി. അങ്ങനെ പുലർന്നു. നേരെ പുലർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സഹാബി പറയാ, റസൂലെ, ഞാൻ ഓത്ത് നിർത്തിയ കുതിര അവിടെ ഇങ്ങനെ നിൽക്കും. ഞാൻ പിന്നെ ഓതാൻ തുടങ്ങിയ കുതിര ഇങ്ങനെ ഈ കയറ് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഓത്ത് നിർത്തി. റസൂലെ, എന്താ അത് സംഭവം? എനിക്ക് മനസ്സിലാണില്ല. റസൂലുള്ളാഹി പറയാട്ടോ, വഖാല തിൽക അസ്സക്കീന, അതാണ് സമാധാനം ഇറങ്ങിയിരുന്നു.
തനസ്സലത്ത് ബിൽ ഖുർആൻ, ഖുർആൻ ഓതിയപ്പോ അള്ളാഹുവിന്റെ സമാധാനം ഇറങ്ങിയിരുന്നത്. നോക്കൂ നിങ്ങൾ, അത്ര ഈമാനും ഇഖ്ലാസോടു കൂടി സഹാബത്ത് ഖുർആൻ ഓതിയിരുന്നു, അവർക്ക് സമാധാനം ഇറങ്ങി വന്നിരുന്നു. അല്ലെ, ഇത് നബിയുടെ കാലത്ത് നബി സർട്ടിഫൈ ചെയ്ത ഒരു ഹദീസ് അല്ലേ എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും മുത്തഖിയായി, മുഅ്മിനായി, മുഹ്സിനായി ജീവിച്ചാൽ ഈ ഒരു മനസ്സമാധാനവും മനസ്സംതൃപ്തിയും ഖുർആനിലൂടെ നമുക്ക് കിട്ടും. നാളെ പരലോകത്തെ സഹോദരങ്ങളെ, ഖുർആൻ ഓതിക്കൊണ്ട് കയറാൻ വേണ്ടി അള്ളാന്റെ റസൂല് പറയാം, ഒരു ഹദീസിൽ പറയാം, യുഖാലു ലി സാഹിബുൽ ഖുർആൻ, അള്ളാഹു പറയും അത്രേ, സ്വർഗത്തിലൊരു കോണി വെച്ചിട്ട്, ഒരു നല്ല സുന്ദരമായ കോണി വെച്ചിട്ട് അള്ളാന്റെ റസൂൽ പറയും, അള്ളാഹ് പറയും ലി സാഹിബുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളോട് പറയും, ഇഖ്റ, നീ ഖുർആൻ ഓത്, വർത്തഖി, എന്നിട്ട് ആ കോണിയിലൂടെ അങ്ങനെ കയറുക. ആ സ്വർഗത്തിലാണ് ആ കോണി സ്ഥാപിച്ചത്. എല്ലാ സ്വർഗാവകാശികളും ആ കോണിയിലൂടെ കയറാൻ ആഗ്രഹിക്കുന്ന, അപ്പോഴാണ് അള്ളാഹ് പറയാ, എന്ത്, നീ ഖുർആൻ ഓതി കയറ്, വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫി ദുനിയ, ദുനിയാവിൽ എങ്ങനെയാണ് നീ ഖുർആൻ ഓതിയത് അതുപോലെ ഓതിക്കോ. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ ഓതി അവസാനിപ്പിച്ച ആ ആയത്തിലായിരിക്കും നിന്റെ സ്വർഗത്തിലെ സ്ഥാനം. നോക്ക് നിങ്ങൾ, മുഴുവൻ ഖുർആൻ ഹിഫ്ള് ഉണ്ടെങ്കിലോ ആ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നമുക്ക് എത്താൻ പറ്റുമെന്ന് അള്ളാന്റെ റസൂല് അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ് പഠിപ്പിക്കാം. നമുക്കൊന്ന് ശ്രദ്ധിച്ചൂടെ സഹോദരങ്ങളെ? ഈ റമളാൻ മാസത്തിലൊന്ന് കയ്യിലെടുത്തു. ഇത്രയൊക്കെ മഹത്വമുണ്ട് ഈ ഖുർആൻ ഓതിയാൽ എന്ന് നമുക്കറിയാം. എല്ലാ റമളാനും നമ്മൾ കേൾക്കണതാ, അല്ല പല ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ കേൾക്കണതാ, അല്ലേ? പക്ഷെ എന്നിട്ടും എന്തേ നമ്മുടെ മനസ്സ് അതിനോട് വഴങ്ങാത്തെ? അല്ലെ, സങ്കടം വരുന്നില്ല? എന്തേ നമ്മൾ 5 ദിവസം 6 ദിവസമായി അല്ലെ ഖുർആൻ കയ്യിലെടുക്കാത്ത ആളുകളുണ്ടാവും കൂട്ടത്തിൽ. ചിലപ്പോ ഒരു പേജ്, അര പേജ്, അപ്പോഴത്തിന് ക്ഷീണിച്ച് അവശനെ ഓതാലോ എന്ന് തീരുമാനിച്ച് ലാഭം മാത്രമുള്ള ഒരു കച്ചവടം ചെയ്തുകൂടെ എന്നുള്ള ചോദിക്കുമ്പോ കാരണം എന്താ നിങ്ങള്? അതിന് ചില കാരണങ്ങളുണ്ട്. എന്തേ നമുക്ക് എടുക്കാൻ പറ്റാത്തത്? ഇതിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞത് വല്ലതും നമുക്ക് കൂടണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഒന്നെന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, വിനോദങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾക്ക് ഖുർആൻ പരിവർത്തനം ഉണ്ടാക്കൂല. വിനോദങ്ങൾക്ക് എന്തൊക്കെ വിനോദങ്ങൾ, ഒരു ഫായിദ, ഒരു ഗുണമില്ലാത്ത മൊബൈൽ ഫോണിന്റെയും മറ്റും ചുറ്റുഭാഗത്ത് ജീവിച്ചിട്ട് ഇങ്ങനെ അർമാദിച്ച് നടക്കുകയാണോ? ഒരു ഉപകാരമില്ലാത്ത കുറെ യാത്രകൾ, ഒരു ഉപകാരമില്ലാത്ത കുറെ കൂട്ടുകെട്ടുകൾ, ഒരു ഉപകാരമില്ലാത്ത കുറെ സംസാരങ്ങൾ, കുറെ കാഴ്ചകൾ ആണോ? എങ്കിൽ ഖുർആൻ ഒരിക്കലും അവനെ സ്വാധീനിക്കൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലാലിന്റെ മേൽക്കുപ്പായമിട്ട ഹറാമുകൾ ഒരു കാലത്ത് വരുന്ന. എന്നിട്ട് റസൂൽ പറഞ്ഞത് സംഗീതം, സിനിമ, പരിഹാസം, കളവ്, ചീത്ത വിളിക്കൽ, ഇങ്ങനെ തുടങ്ങി പോൺ സൈറ്റുകൾ, അന്യ സ്ത്രീകളെ ആസ്വദിക്കൽ, ഇതൊക്കെ ഇതിൽപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, വമിനന്നാസി, വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത, വമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, മയ്യശ്തരി ലഹുവൽ ഹദീസ്, അവർ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവരാണ്. നമ്മളാണോ? വിനോദ വർത്തമാനങ്ങളെ വിലക്ക് വാങ്ങുന്നവർ. യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ അത് വഴിതെറ്റിച്ചു കളയുന്നു. അങ്ങനെ അതിനെ പരിഹാസ്യമാക്കി തീർക്കുകയും ചെയ്യുന്നു. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് അപമാനകരമായ ശിക്ഷ വരാനിരിക്കുന്നു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹുവൽ ഹദീസ് പറഞ്ഞാൽ ഫിൽ ഗിനാഇ വൽ മസാമീർ, സംഗീതവും അടച്ച ശബ്ദത്തോടു കൂടി, അല്ലെ, കൊട്ടും കുരവ്യോ, അതുണ്ടല്ലോ, ആ മ്യൂസിക്കോട് കൂടി പാട്ട്, അതാണ് ഹറാമാണെന്ന്. ഇത് പറയുമ്പോ ഏത് നൂറ്റാണ്ടിലെ ജീവിക്കണം ചിന്തിക്കണ്ട. മനസ്സെന്ന് ഖുർആനുണ്ട് ഇറങ്ങി കിടക്കും. ലയകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകും. ഈ പള്ളിയിലിരിക്കുന്ന എന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തല്ലേ നമ്മൾ പെടൂലേ? പേടിക്കേണ്ട വിഷയം നമ്മൾ പെടൂലേ സഹോദരങ്ങളെ? അള്ളാന്റെ റസൂല പറഞ്ഞ എന്റെ ഉമ്മത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന്. അഖ്വാമൻ, ചില ജനങ്ങൾ, അവരെ പ്രത്യേകത എന്താ വെച്ചാൽ യസ്തഹില്ലൂന, അവർക്ക് ഹലാലായിരിക്കും, ഹറാമുണ്ടാവില്ല. അൽ ഹിറ വൽ ഹരീർ, വ്യഭിചാരവും പട്ടും, വൽ ഖംർ, മദ്യവും, വൽ മആസിഫ്, സംഗീതം, ഇത് അവർക്ക് ഹലാലായിരിക്കുന്ന. ലഹരി എന്തെങ്കിലും നിലക്ക് നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടോ? പേടിക്കണ്ടേ നമ്മൾ തലമുറക്കാരെ?
പുതിയ തലമുറയെ പേടിക്കണ്ടേ സഹോദരങ്ങളെ? ഏറ്റവും വിപത്ത് നിറഞ്ഞൊരു കാലത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ കാര്യം നമ്മളിലും സാധിക്കുമോ എന്ന്, നമ്മളിലും ഈ അപകടമുണ്ടാകുമോ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് അവർക്കുണ്ടാവുന്ന പരാജയം? വഇദാ തുത്ല അലൈഹി ആയാതുനാ, അവരുടെ കാതുകളിൽ ഇങ്ങനെ ആയത്തുകൾ ഓതിക്കൊണ്ടേയിരിക്കും, അവരിങ്ങനെ കേൾക്കും. വല്ല മുസ്തക്ബിറ, അഹങ്കരിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും? തിരിഞ്ഞു പോവുകയും ചെയ്യും. എങ്ങനെ? കഅല്ലം യസ്മഅഹാ, ഒന്നും കേൾക്കാത്തതുപോലെ. കഅന്ന ഫീ ഉദ്നിഹി വഖറുൻ, അവരുടെ ഇരുകാതിലും അടപ്പ് വെച്ചതുപോലെയായിരിക്കും. എന്ത് കേട്ടാലും ഒരു അനക്കുണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല. ഇത് അള്ളാഹ് പറഞ്ഞതാണല്ലോ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണല്ലോ, എനിക്ക് മരിക്കണല്ലോ, ഒരു പേടി ഉണ്ടാവില്ല. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആ ആയത്തിന്റെ ബാക്കി എന്താ അറിയോ? ഫബശ്ശിറുഹു, നബിയെ അവരോട് പറഞ്ഞേക്ക്, സന്തോഷവർത്തമാനം പറഞ്ഞേക്ക്. ഈ പോക്ക് അദാബിൻ അലീം, നരകത്തിലേക്കാണെന്നുള്ള സന്തോഷവർത്തമാനം പറഞ്ഞേക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലൂടെ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന് ജീവിതത്തിൽ മനസ്സിരുത്തി റമളാൻ ഈ പള്ളിയിലിരുന്ന് ആലോചിക്കും. എന്തെങ്കിലും ഒരു ഹറാം, എവിടെയെങ്കിലും ഒരു ഹറാമിന്റെ അടയാളം മനസ്സിലോ പ്രവർത്തനത്തിലോ നമ്മുടെ ചിന്തയിലോ നാം രഹസ്യമായി സൂക്ഷിക്കുന്നതോ ആവാം. റമളാൻ എന്ന് കഴിയട്ടെ, ഇനിയും തുടരാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും ഒരു ഹറാം ഉണ്ടോ? ഇല്ല കേട്ടോ. പിന്നീട് ഖുർആൻ നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കില്ല, അതിലൊരു ആയത്ത് പോലും സ്വാധീനിക്കപ്പെടുകയില്ല. ഈ പരിശുദ്ധ റമളാനിലെ രാത്രങ്ങളിൽ നാം പട്ടിണി കിടന്നതോ എഴുന്നേറ്റ് നമസ്കരിച്ചതോ ദാനം ചെയ്തതോ ഒന്നും നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാക്കുന്ന ഒന്നാക്കി മാറ്റുകയില്ല. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്. അതുകൊണ്ട് പൂർണ്ണ വിരാമം ഉണ്ടാവുക എന്നതാണ് ഈ ദുനിയാവിലെ പരീക്ഷണം. എന്തേ വിട്ടു നിൽക്കാൻ കഴിയാത്തത്? അല്ലേ? ക്യാൻസർ വന്നു, കിഡ്നിക്ക് വന്നു, കരളിന് വന്നു, വൻകുടലിന് വന്നു. ഡോക്ടർ പറയാം മുറിച്ചങ്ങട് കളയണം, പൈപ്പിടണം. അവിടെ ഒരു മടിയില്ലല്ലോ സഹോദരങ്ങൾ, ഉണ്ടോ? ഇല്ല. ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ശരീരത്തിൽ കൃത്രിമ അവയവം വെച്ച് നാം ജീവിക്കും. എന്തിന്? ഒരു 80 വയസ്സ് വരെ ജീവിക്കാൻ, ഒരു 90 വയസ്സ് വരെ ജീവിക്കാൻ. അല്ലേ? ഈ മരണത്തിന് ശേഷം മരണമില്ലെന്ന് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാ. 2 ലോകമേ ഉള്ളൂ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ട് ഹറാമുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കുക, സ്വകാര്യമായിട്ട് പരിശോധിക്കുക. ഇതാരും അറിഞ്ഞിട്ടില്ല. കാരണം അള്ളാഹ്ക്ക് ഒരു ഗുണമുണ്ട്, സിത്തീർന്നാണ്, എല്ലാം മറച്ചു വെക്കല്ല. എപ്പോഴെങ്കിലും എന്റെ അടിമ നേരാകോ നോക്കാനാണ് ഈ റമളാൻ, അതിനുള്ളതാ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു കാരണം കൂടി പറയാം. തന്റെ കൂട്ടുകാരനെ സ്വീകരിക്കുന്നതിൽ പിഴവ് പറ്റിയ ആളുകളാണ്. താൻ ആരെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് ഇപ്പോഴും അറിയില്ല ആളുകൾക്ക്. ഓഫീസിൽ പോയ വേറെ ലോകാണ്, കൂട്ടുകാരെത്തെത്തിയ വേറെ ലോകാണ്. അവിടെ ഹറാമും ഹലാലും ഇല്ലാത്തവരുടെ കൂടെ ജീവിച്ചാൽ നമ്മളും അങ്ങനെയാവും. അൽ മർഉ അലാ ദീനി ഖലീലി, തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും അവൻ എന്നാണ്. മതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മതത്തിൽ ഓൻ എന്താണോ സ്വഭാവം അതായിരിക്കും. ഫൽയൻദുർ, അതുകൊണ്ട് ഓരോരുത്തരും നോക്കട്ടെ, അഹദുക്കും യുഖാലിൽ, ആരുമായാണ് അവൻ സഹവസിക്കുന്നത് എന്ന് അവൻ നോക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ, കൂട്ടുകാരൊന്ന് നന്നാക്കിയെടുക്കാൻ പറ്റിയ മാസമാണ്. അല്ലെ? മൊബൈൽ ഫോൺ എടുക്കുക, ചില നമ്പറുകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, ചിലത് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അല്ലെ? ചിലപ്പോ ചില ആപ്പുകൾ തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോ മൊബൈൽ ഫോൺ തന്നെ ഒഴിവാക്കേണ്ടി വരും. തീരുമാനിക്കാം. എന്നിട്ട് അള്ളാഹിനോട് പറയാം, റഹ്മാനായ റബ്ബേ എനിക്കൊന്ന് പുറത്തു കൊണ്ട. ക്ലോക്കിലേക്ക് നോക്കൂ സഹോദരങ്ങളെ, 60 സെക്കൻഡ് ഉണ്ടെങ്കിൽ 60 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് 60 തവണ പറയാൻ പറ്റും. അല്ലേ? അത്രമാത്രം അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് അസ്തഗ്ഫിറുല്ലാഹ്. റഹ്മാനെ, സംഭവിച്ചു, പറ്റി, ഇനി ഇല്ല. അന്ന് ചോദിച്ചു നോക്ക്. അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ മഴ നമ്മുടെ മനസ്സുകളിലേക്ക് പെയ്തിറക്കാൻ കഴിവുള്ളവനാണ്. അല്ലെങ്കിൽ ഈ റമളാനും കടന്നു പോകും. അങ്ങനെ നിരച്ചും പല്ലുപോയും ഒരു ദിനം ചിലപ്പോ നമ്മൾ മടങ്ങി ചെല്ലുമ്പോൾ ജ്വലിക്കുന്ന അഗ്നിയാണ് കാത്തിരിക്കുന്നത് എന്ന്, അത് ഞാൻ സ്വയം ഏറ്റെടുക്കേണ്ടവനാണ് എന്ന തീരുമാനമാണ് നമ്മിലുണ്ടാവേണ്ടത്. അല്ല, ഒന്നൊന്നു മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നോമ്പ് കൊണ്ട് 70 വർഷമാണ് നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുക. എത്ര സുന്ദരമാണ് റഹ്മാനായ റബ്ബിന്റെ ഓഫർ. അത് സ്വീകരിക്കാൻ ഇനിയും ആയില്ലടോ എന്ന് അള്ളാഹ് ചോദിക്കുമ്പോ
ആ ചോദ്യത്തിന് റഹ്മാനെ എനിക്ക് പറ്റുമെന്ന് തലത്താഴ്ത്തി കണ്ണു നിറച്ച് നാഥാ ഞാനിതാ ഇവിടെയുണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ മനുഷ്യർ കരഞ്ഞു പോകുന്ന ഒരു ദിനത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു. ആ കരച്ചിലിന്റെ വിലാപവാക്യങ്ങളും അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങനെ കരയും, ഇന്നതൊക്കെ പറഞ്ഞ് കരയും എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗതികേടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഏതാണ് വാചകം എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, നാളെ മനുഷ്യന്മാർ അള്ളാന്റെ കോടതിയിലെ ഇങ്ങനെ നിൽക്കുമ്പോ പറയുന്നതാണ്, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അള്ളാഹുവേ, ഞാൻ നാട്ടിൽ ജീവിച്ചപ്പോ ഇന്നാലിന്നവനെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതവൻ പറയുന്നതാണ്, ലഖദ് അളല്ലനി അനി ദിക്ർ. അള്ളാഹുവേ, നിന്നെ കുറിച്ചുള്ള യഥാർത്ഥ ദിക്റിൽ നിന്ന് അവൻ എന്നെ വഴികേടിലാക്കിയിരിക്കുന്നു. ബഅദ ഇദ് ജാഅനി. അള്ളാഹുവിന്റെ യഥാർത്ഥമായ ദിക്ർ എനിക്ക് വന്ന് കിട്ടിയതിന് ശേഷം. കണ്ടോ, ജുമാക്കും ജമാഅത്തിനും റമളാനിലൊക്കെ പങ്കെടുത്തിട്ട് ഏതൊക്കെയോ തിരുപ്പന്മാരെ കൂടെ പോയിട്ടാണ് കേട് വന്നപ്പോ നാളെ പരലോകത്ത് വന്ന് പറയണ വർത്തമാനം. ഈ വർത്തമാനം നമ്മൾ പറയോ എന്ന് ആലോചിക്കണം. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. പിശാച് കെണിക്കിറക്കിയിട്ട് പിന്നെ ആ കെണിയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഓൻ കൈവിട്ട് കളി, പിന്നെ ഓൻ കൂടെ ഉണ്ടാവില്ല. ഇത് പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആരെ കൂടെയാണ് ജീവിക്കുന്നത്? ആരാണ് എന്റെ ഉപദേശകൻ? ആരാണ് എന്റെ വഴികാട്ടി എന്ന് നല്ലവണ്ണം ചിന്തിക്കണം. വഖാല റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, എന്റെ ജനത, ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഗണിച്ച് കൂട്ടി നോക്കി ഇത് പരിഗണിക്കേണ്ടതാണ് എന്ന് പരിഗണിച്ച് വായിച്ച് മനഃപ്പാടമാക്കി ഉൾക്കൊള്ളേണ്ടതിന് പകരം ഏതൊക്കെയോ കിതാബിന്റെ എണ്ണത്തിലേക്ക്, അവൻ +2 വലിച്ചെറിഞ്ഞ പുസ്തകത്തിന്റെ കൂട്ടത്തിലേക്ക്, ഡിഗ്രിക്ക് ഒഴിവാക്കിയ പുസ്തകത്തിന്റെ കൂട്ടത്തിലേക്ക് കടക്കട്ടെ ഖുർആൻ. ഇല്ല, അത് വലത് കൈകൊണ്ട് സ്വീകരിച്ച് ജീവിതാവസാനം വരെ പാരായണം ചെയ്ത് പഠിച്ചു മുന്നോട്ട് പോകുന്നവൻ അള്ളാഹുവിന്റെ കോടതിയിൽ ഖുർആൻ സാക്ഷി പറഞ്ഞ് രക്ഷപ്പെടും. അള്ളാന്റെ റസൂലെ നാളെ നമ്മെ കുറിച്ചാണോ ഇങ്ങനെ പറയാം? ആണോ? വലിച്ചെറിഞ്ഞ കൂട്ടത്തിലാണ് നമ്മൾ. വിശ്വാസികളെ, ഈ റമളാനിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നൊരു അവസരമല്ല കേട്ടോ. പിന്നൊരു അവസരം നമുക്ക് ലഭിച്ചുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഖുർആൻ ഒന്ന് കയ്യിലെടുത്ത് അർത്ഥസഹിതം വായിച്ച് പഠിച്ച് ഹിഫ്ളാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. എങ്ങനെ പ്രവാചകന്റെ പ്രാർത്ഥനയിൽ പെടാതെ രക്ഷപ്പെടാൻ പറ്റും? നാളെ അള്ളാന്റെ റസൂൽ പറയില്ലേ, ഇവരൊക്കെ ഉപേക്ഷിച്ചു. അതിൽ പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹോദരങ്ങളെ, ചില മാർഗങ്ങൾ ഞാൻ പറയാം. ഒന്നെന്താ അറിയോ? ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിയമമൊക്കെ പാലിച്ച് ഭക്തിയോടുകൂടി ഖുർആൻ ഓതുന്നില്ല. തിലാവത്ത്. അയ്യുന്നാസി അഹ്സനു സൗതൻ ലിൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂലേ, വഅഹ്സനു ഖിറാഅ, ഏറ്റവും നല്ല ഖുർആനോത്തിന്റെ ശബ്ദം ഏതാണ്? ഏറ്റവും നന്നായി പാരായണം ചെയ്യാം ആരാണ്? അഹ്സനു ഖിറാഅ, ഏറ്റവും നല്ല ഖുർആൻ പാരായണം ഏതാണ്? അതിന് റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? മൻ ഇദാ സമിഅതഹു യഖറഉ, നീ ഒരാൾ ഓതുന്ന എങ്ങനെ കേട്ടു, ഉരീത അന്നഹു യഖ്ഷല്ലാഹ്, അയാൾ അള്ളാനെ ഭയപ്പെട്ടിട്ടാണ് ഓതുന്നത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു ഭക്തിയും ആ ഒരു ബഹുമാനവും ആ ഒരു ആദരവും ആ ഒരു ഇഷ്ടവും ഒക്കെ പരിഗണിച്ച് അള്ളാന്റെ ഖുർആൻ ഓതുന്നത് നീ കേൾക്കുന്നുണ്ടെങ്കിൽ അതാണ് ഭക്തിയുള്ള ഖുർആൻ, അതാണ് നല്ല ഖിറാഅത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടമക്ക് തീർക്കല്ല, നല്ല ശാന്തമായി ഇരുന്ന് സഹോദരങ്ങളെ സമയമെടുത്ത് അള്ളാഹുവിന്റെ ഖുർആനെ നമ്മൾ ശരിക്കും പാരായണം ചെയ്യാം. ജീവിതം പഠിക്കേണ്ടി വരും. അതിന് എത്രയോ ആപ്പുകളുണ്ട്, എത്രയോ സംവിധാനങ്ങളുണ്ട്. പഠിക്കന്നെ ഈ റമദാൻ അതിനുള്ളതാവട്ടെ. മറ്റൊന്നെന്താ അറിയോ? ഒരു അധ്യാപകനെ സ്വീകരിക്കാം. ഞാൻ നിങ്ങളൊക്കെ ഈ നിലയിലെത്തിയത് എത്ര അധ്യാപകരുടെ മുന്നിലൂടെ കടന്നു വന്നിട്ടാണ്.
ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ധാരാളം അധ്യാപകർ നമുക്ക് വഴികാട്ടിയായിട്ടുണ്ട്. നമ്മൾ ഖുർആൻ പഠിക്കാൻ ഒരു വഴികാട്ടിയുണ്ടോ സഹോദരൻ? ഒരു മുഅല്ലിമുൽ ഖുർആൻ, എന്റെ ഖുർആൻ പഠിപ്പിച്ച ഉസ്താദാണെന്ന് പറയാൻ ഒരു ഉസ്താദ് സ്വീകരിക്കുക. ഖുർആൻ ക്ലാസ്സുകളായി, ഖുർആൻ പഠനങ്ങളായി ധാരാളം കാര്യങ്ങൾ. കാരണം എന്താ പറയുക? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിന്റെ ദീനിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരാണ് അള്ളാനെ ഭയപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹം. ഖുർആൻ പഠിക്കാത്തതാണ് ഇഹലോകത്തെയും പരലോകത്തെയും പരാജയ കാരണമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയും. എന്തേ നമുക്കൊരു വിഷമം തീരാത്തത്? ഖുർആൻ പഠിക്കാത്തോണ്ടാണ്. അള്ളാന്റെ ദീൻ അങ്ങ് ശരിക്കും പഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിന്റെ മനസ്സിന് സമാധാനം നൽകും, നിനക്കൊരു ഉറപ്പ് നൽകും. അള്ളാന്റെ ഒരു ചോദ്യം കേട്ടോ, അതിന് ഉത്തരം ഉണ്ടോന്ന് കൂടി നമ്മൾ അറിയണം. എന്താ അള്ളാന്റെ ചോദ്യം? ഫഅൈന തദ്ഹബൂൻ, എങ്ങട്ടാ പോണേന്ന്? നിങ്ങൾ എങ്ങോട്ടാണ്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഈ ഖുർആൻ ലോകർക്കുള്ള ഉത്ബോധനമാകുന്നു. അല്ലേ? ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്ക്. ജുമഅ എങ്ങോട്ടാ? സുബൈ കഴിഞ്ഞിട്ട് എങ്ങട്ടാ? തറാവി കഴിഞ്ഞിട്ട് എങ്ങട്ടാടാ? സ്വന്തത്തോളം ചോദിച്ചു നോക്ക്. അല്ലേ? മനുഷ്യന്റെ ശരീരം മുഴുവൻ നശിപ്പിക്കുന്ന ഫുൾജാർ സോഡന്റെ പിന്നാലെ നടക്ക മനുഷ്യന്മാർ. എവിടേക്കാ ഈ സമൂഹം പോണത് സഹോദരങ്ങളെ? പണം ദൂർത്തടിച്ചും വെറുതെ അങ്ങാടിയിൽ കലബില കൂട്ടിയും വെറുതെ സംസാരിച്ചും ടിക്ടോക്കിലും ഇങ്ങനെ തുടങ്ങി പിന്നെ റീൽസിന്റെ പിന്നാലെ അള്ളാഹ് പറഞ്ഞു ഒരു ഗുണം ഉണ്ടാവില്ല. എങ്ങിട്ടാ പോണേ? അള്ളാഹ് ചോദിച്ചതല്ലേ, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. ഇത് ലോകർക്കുള്ള ഉത്ബോധന, പ്രായവ്യത്യാസം ഒന്നുമില്ല, ലോകർക്കുള്ള ഉത്ബോധന. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. നിങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന റഹ്മാനായ റബ്ബുണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നേർമാർഗം കൊടുക്കും. അത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഈ റമദാൻ, ഈ ഫസ്റ്റ് വെള്ളിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ സഹോദരങ്ങളെ, അടുത്ത വെള്ളിയും അള്ളാഹ് തൗഫീക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഒരുമിച്ച് കൂടും ഇൻഷാ അള്ളാഹ്. നമുക്ക് പറയാൻ പറ്റണം, ഞാൻ എന്റെ ഖുർആൻ കയ്യിലെടുത്തിട്ടുണ്ട്, ഹിഫ്ളാക്കിയിട്ടുണ്ട്, അർത്ഥം പഠിച്ചിട്ടുണ്ട്, ഞാനൊരു തജ്വീദ് നിയമം മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ ഖുർആനിൽ ഒരു കഥ വായിച്ചിട്ടുണ്ട്, ഞാൻ തഖ്വയുണ്ടാക്കുന്ന നല്ല ആയത്തുകൾ പഠിച്ചിട്ടുണ്ട്. പറയാൻ പറ്റുമോ? എങ്കിൽ ഈ ആയത്തുകൾ നമ്മെ സ്വാധീനിക്കുന്നു. അല്ലെങ്കിലോ അള്ളാഹ് പറഞ്ഞില്ലേ, മനസ്സുണങ്ങി വറ്റി വരണ്ട് ഒന്നും മുളക്കാത്ത കരിമ്പാറ പോലെയായിരിക്കും. ആ മനസ്സിലേക്ക് പിന്നെ എത്ര മഴ പെയ്താലും അതിൽ ഒന്നും മുളക്കില്ല. മറിച്ചോ എത്ര ഊശ്വര ഭൂമിയാണെങ്കിലും പാപങ്ങൾ കൊണ്ട് പങ്കിലമാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനും കയ്യിലെടുത്ത് പാരായണം ചെയ്ത് ഒന്ന് നമസ്കരിച്ച് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ മനസ്സങ്ങ് ആർദ്രമാകും, അത് ശുദ്ധമാകും. അതിൽ അള്ളാഹു ദീനിന്റെ നന്മകൾ മുളപ്പിച്ച് നാളെ പരലോകത്തിന് വേണ്ടിയുള്ള യാത്രക്ക് നമ്മെ ഒരുക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് മുഹ്സിനാകാൻ സാധിച്ചുവോ? മുത്തഖിയാകാൻ സാധിച്ചുവോ? നമുക്ക് മുഅ്മിനാകാൻ സാധിച്ചുവോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള ഈ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് നമസ്കരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ, ദാനം ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം നേടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ കാലത്തെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഓർത്തെടുത്ത് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാം വിട്ടുപുറത്ത് എല്ലാ തെറ്റുകൾക്കും പകരമായി ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ കഴിവുള്ളവനാണ്. എല്ലാ തിന്മകളും മായ്ച്ച് പകരം നന്മകൾ രേഖപ്പെടുത്തി നമുക്ക് സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ധാരാളം രോഗികളുണ്ട്, ഡയഗ്നോസ് ചെയ്ത് ഇന്നലെയും മിനിഞ്ഞാന്നുമായി പല പ്രശ്നങ്ങളും പറഞ്ഞ സഹോദരങ്ങളുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടവർ, കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടവർ ഉണ്ട്. സഹോദരങ്ങളെ, എല്ലാവരുടെയും രോഗങ്ങൾ കൊണ്ട് മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ, ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ ഇബാദത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും നൽകുമാറാവട്ടെ. ഖുർആനിനെ പിന്തുടരുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു
الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.